എൻ്റെ പേര് ഫാദർ ജോയ് അരീക്കൽ. ഞാൻ ഒറീസ മിഷനിൽ സേവനം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൽ നിന്നും പൂഞ്ഞാറിൽ നിന്നുള്ള ഒരു അൽമായൻ എന്നെ വന്ന് സഹായിക്കുക, എൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും പല നല്ല കാര്യങ്ങളും ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേര് ബ്രദർ ജോസ്. പൂഞ്ഞാറിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹമാണ് എൻ്റെ മിഷനെ പല കാര്യങ്ങളും സഹായിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ബ്രദർ ഒറീസ മിഷനിലേക്ക് വരാനുണ്ടായ കാരണം ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഞാൻ 2017 ഫിയാത്ത് മിഷൻ നടത്തിയ മിഷൻ കോൺഫറൻസിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുകയും ഈ മിഷനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്തത്. അന്ന് ആ കോൺഫറൻസിൽ പങ്കെടുത്ത ഒറീസയിൽ നിന്നുള്ള 2 വൈദികർ, ഒരു ജോസഫ് പാലയിടച്ചനും ഒരു ഫാദർ ഫ്രാൻസിസ് കണ്ണമ്പുഴ, അവരുമായിട്ട് പരിചയപ്പെട്ട് അവരുടെ അടുത്താണ് ഞാൻ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് ആദ്യമായിട്ട് പോകുന്നത്. അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലും ഗ്രാമങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും മറ്റ് ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 2014 ആദ്യമാണ് ഞാൻ ജോയിച്ചനോട് പരിചയപ്പെടുന്നത്. ജോയിച്ചനോട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോയിച്ചൻ്റെ പാരിഷിലും അതുപോലെ തന്നെ ശംഷാബാദ് രൂപതയുടെ മറ്റ് ഉള്ള മിഷൻ സെൻ്ററുകളിലൊക്കെ ഞാൻ പോയി. പ്രത്യേകിച്ച് ജോയിച്ചൻ്റെ മിഷൻ സെൻ്റർ കുടാരി മിഷനിൽ ഈ ദോങ്കരി വിഭാഗങ്ങളുടെ ഇടയിൽ ഇത്തിരിയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ജോലിയോ വരുമാന മാർഗങ്ങളോ ഒന്നുമില്ല, വിദ്യാഭ്യാസമില്ല, വരുമാന മാർഗങ്ങളില്ല, കൃഷി ചെയ്യാൻ അറിയില്ല, മെഡിക്കൽ സൗകര്യങ്ങളില്ല, വിദ്യാഭ്യാസമില്ല. ഇങ്ങനെ വളരെ തീർത്തും അപരിഷ്കൃതമായ ആ വിഭാഗങ്ങളുടെ ഇടയിൽ ചെന്നപ്പോൾ ഇവർക്ക് വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് ഞാൻ അവിടെ ചെന്ന് ആലോചിച്ചപ്പോൾ ഇവർക്ക് തീരെ ഇല്ലാത്തതാണ്. അപ്പോൾ വസ്ത്രങ്ങൾ ഇല്ല. നമുക്ക് ഏതായാലും വലിയ സാമ്പത്തിക സഹായമൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ വസ്ത്രങ്ങൾ ക്രമീകരിച്ച് കൊടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ നമ്മുടെ കത്തോലിക്ക പള്ളികളും അതുപോലെ തന്നെ കാറ്റഗിസം ക്ലാസ്സിൽ ഉള്ള പിള്ളേരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വൈദികരുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പള്ളികളിൽ നിന്നും വസ്ത്രങ്ങൾ കളക്ട് ചെയ്ത് അത് ആദ്യമൊക്കെ ലോറി വഴി അയച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിൻ്റെ തടസ്സം ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞപ്പോൾ ട്രെയിൻ മാർഗം അത് അയക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ അച്ഛന്മാർക്ക് അവിടെ കുർബാനയ്ക്ക് ആവശ്യമായ തിരുവസ്ത്രങ്ങളോ അല്ലെ മറ്റ് പള്ളി സാധനങ്ങൾ, കാസ വിലാസ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പള്ളികളിലേക്ക് പോയി അച്ഛന്മാരെ കണ്ട് തിരുവസ്ത്രങ്ങളും കാസയും വിലാസയും മറ്റ് ആൾക്കാരുള്ള വിരിയും സാധനങ്ങൾ, മെഴുകുതിരി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് തുടങ്ങി. ആദ്യമൊക്കെ വളരെ ഒരു നിരുത്സാഹം വരുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അച്ഛന്മാരിൽ തന്നെ. പിന്നീടായപ്പോൾ അതൊക്കെ മാറി. എല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിച്ചു. മിക്കവാറും എല്ലാ പള്ളികളിലും തന്നെ തിരുവസ്ത്രങ്ങളൊക്കെ ലഭിച്ചു, കാസയും പീലാസയും ഒക്കെ ലഭിച്ചു. അൽമായ സഹോദരങ്ങൾ പലരും കാസയും പീലാസയൊക്കെ പുതിയ വാങ്ങിത്തന്നു. അതുപോലെ മെഴുകുതിരിയും അൽത്താര വിരിയും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിത്തരുവാൻ അവരെല്ലാം തയ്യാറായി. ആ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ, പള്ളി സാധനങ്ങളൊക്കെ മിക്കവാറും എല്ലാം തന്നെ ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോയി നമ്മളിവിടെ കളക്ട് ചെയ്ത ഡ്രസ്സുകൾ ട്രെയിൻ വഴി അയച്ചു. കുർബാനയ്ക്ക് ഉപയോഗിക്കാൻ തിരുവസ്ത്രങ്ങളൊക്കെ അങ്ങനെ അയക്കാൻ ഒരു മടി തോന്നുന്നത് കൊണ്ട് ഞാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ പോകുന്ന സമയങ്ങളിൽ അവരുടെ കൊടുത്തു വിട്ട് ഞാനത് എത്തിച്ചത് വളരെ ഉപകാരമായി എവിടെ നിന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും അയച്ചിരിക്കുന്ന സാധനങ്ങളാണ്. കമ്പിളി ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്. ഈ ചാക്കിനുള്ള ഡ്രസ്സുകൾ, സാരി, ബ്ലൗസ്, അതുപോലെ തന്നെ പാൻസ്, ഷർട്ട്, അങ്ങനെ ഉള്ള ഡ്രസ്സുകളൊക്കെ കേരളത്തിൽ നിന്ന് ജോസിയേട്ടൻ പൂഞ്ഞാർ ഇടവകയിൽ നിന്നുള്ള ജോസ് ചക്കാങ്കൽ ചേട്ടൻ അയച്ചു തന്നതാണ്. ഇത് നമ്മുടെ ട്രെയിൻ വഴി അവിടുന്ന് അയച്ചു വിട്ടതാണ്. എന്നിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ കളക്ട് ചെയ്തു. അതിനി ഇവിടുന്ന് ഈ സഹോദരൻ്റെ വീട്ടിൽ നിന്ന്
സഹോദരൻ ഓരോ വില്ലേജുകളിലേക്ക് പോകുമ്പോൾ അവിടെ ആർക്കൊക്കെയാണോ വസ്ത്രത്തിന് അത്യാവശ്യമുള്ളത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ബ്രദർ എന്നോട് പണ്ട് ബ്രദറിൻ്റെ കുടുംബത്തെ പറ്റി പറഞ്ഞായിരുന്നു. അതുപോലെ ബ്രദറിന് ഉണ്ടായിരുന്ന രോഗവും അതെങ്ങനെയാണ് ദൈവം സുഖപ്പെടുത്തിയ ആ ഒരു സാക്ഷിയൊക്കെ ഒന്ന് പറയുന്നത് നല്ലതായിരുന്നു. ഇങ്ങനെ 2017 ആണല്ലോ ഞാൻ ആദ്യമായിട്ട് ഒറീസയ്ക്ക് മിഷൻ പ്രവർത്തനങ്ങളിൽ പോകുന്നത്. അന്ന് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അതിൽ വളരെ സന്തോഷമായിരുന്നു. കാരണം എൻ്റെ അതിനു മുൻപൊരു ഒരു ജീവിതമുണ്ട് എനിക്ക്. വളരെ എന്താ പറയുന്നത്, ഗുണ്ടായുസവും തല്ലിപ്പൊളിയും ബഹളവുമായിട്ടൊക്കെ നടന്നിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ട്. അന്നെനിക്ക് ബസ് സർവീസ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, പരിപാടിയുണ്ട്, രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഒരു ഗുണ്ടായുസിന് വേണ്ട അത്യാവശ്യം അരങ്ങുകളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ തൊട്ട് തന്നെയാണ് FCC കോൺവെൻറ്റ്. ആ കോൺവെൻറ്റിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അന്ന് ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്ന വൈദികരും അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ, അതുപോലെ എൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ ഡിവൈനിൽ ആദ്യമായിട്ട് ധ്യാനത്തിന് പോകുന്നത് 1996. ആ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ആ പഴയ മനുഷ്യനെ പൂർണ്ണമായി ഞാൻ മാറ്റി. ഞാൻ ഇനിയുള്ള എൻ്റെ ഓട്ടം കർത്താവിനോട് കൂടെ ആയിരിക്കണം എന്നൊരു തീരുമാനം ഞാൻ ആ ധ്യാനത്തിലെടുത്തു. ഞാൻ പോകുമ്പോൾ എൻ്റെ അരയിൽ ഒരു മാരകായുധം തന്നെ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഡിവൈൻ്റെ ധ്യാനത്തിന് പോകുന്നത്. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ആ ആയുധങ്ങളൊക്കെ താഴെ വെച്ച് കർത്താവിനോട് ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും എനിക്ക് പഴയ ഒരു ജീവിതത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ നീ അനുവദിക്കരുത്. നിന്നോട് ചേർന്ന് ജീവിക്കാൻ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്രയും കാലത്തെ ഓട്ടം നിർത്തി ഇനി ഈ തമ്പുരാനോട് ചേർന്ന് തമ്പുരാൻ കാണിക്കുന്ന വഴിയെ കൂടെ ഓടാനാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ധ്യാനം മന്ദിരത്തിൽ നിന്ന് പോരുന്നത്. അതിനുശേഷം ഞാൻ തെരുവിൽ അലിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളുടെ ശുശ്രൂഷയായിട്ട് കുറച്ച് വർഷക്കാലം ഞാനുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് മറ്റ് പ്രാർത്ഥനകളും മറ്റ് ശുശ്രൂഷകളൊക്കെ നടന്നതിന് ശേഷമാണ് 2017 മുതൽ ഞാൻ ഒറീസ മിഷനിലേക്ക് പോകുന്നത്. ഒരു പുതിയ മനുഷ്യനായി, പുതിയ വ്യക്തിത്വമായി ഞാൻ രൂപാന്തരപ്പെട്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചത് അവരാണ്. കാരണം പലപ്പോഴും അവർ പറഞ്ഞിട്ടുണ്ട്, രാത്രി 10 മണിക്ക് ശേഷം ഫോൺ വന്നാൽ വീട്ടിലോട്ട് എടുക്കാൻ പേടിയാണ്. കാരണം എൻ്റെ സ്വഭാവം അതായിരുന്നു. ചത്തെന്നാണോ കൊന്നെന്നാണോ പറയുന്നത്, എന്തായാലും ഞങ്ങൾക്കാണല്ലോ നഷ്ടം എന്ന ചിന്തയിൽ അവർക്ക് ഫോൺ എടുക്കാൻ പോലും പേടിയായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് കർത്താവിൻ്റെ വഴിയെ നയിക്കപ്പെടുന്ന അല്ലെ വചനത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരൊത്തിരി സന്തോഷിച്ചു. എനിക്ക് പിന്നെ 2 പെൺമക്കളാണുള്ളത്. മൂത്തയാൾ നഴ്സാണ്, അവൾ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ കന്യാസ്ത്രീയാണ്. അവൾ DSFS, ഡോട്ടേഴ്സ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ഡി സാലസ് എന്ന സന്യാസ സമൂഹത്തിൽ ആഫ്രിക്കൻ മിഷനിലെ ടാൻസാനിയ എന്ന രാജ്യത്ത് ശുശ്രൂഷ ചെയ്യുന്നു. 2023 എനിക്കൊരു രോഗം ഉണ്ടായി. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. 2023 ജനുവരി 13 വരെ ഞാൻ ബാലസോർ രൂപതയിൽ ശുശ്രൂഷയിലുണ്ടായിരുന്നു. 13-ന് ശേഷം 13-ാം തീയതി അവിടുന്ന് ജനുവരി 13 നാട്ടിൽ തിരിച്ചെത്തി. എനിക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മോളോട് പറയുമ്പോൾ, മോള് നേഴ്സാണല്ലോ, അവൾ പറഞ്ഞു നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ഇനി അടുത്ത യാത്ര പോയാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസറാണ്. അത് ഞങ്ങൾക്കത് അങ്ങനെ പറയാൻ പാടില്ല, കാരണം ടെസ്റ്റ് നടത്തി അത് റിസൾട്ട് വരാതെ ഞങ്ങൾക്ക് പറയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഇത്ര വലിയൊരു വിശ്വാസിയും പ്രാർത്ഥനയൊക്കെ എന്ന് പറയുന്ന ആളായതുകൊണ്ട് ഞങ്ങളത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഹിന്ദു ഡോക്ടറാണ്. പക്ഷേ പുള്ളി അത് പറഞ്ഞത് എന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയാണ്. ഞാൻ അന്നേരം അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അത് കേട്ടിട്ട് ഒരു ഫീലിങ്ങും ഇല്ല. കാരണം എൻ്റെ വളരെ കാലമായിട്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു, എൻ്റെ ഈശോയെ കുഴഞ്ഞു വീണു, അറ്റാക്ക് ഉണ്ടായി, വണ്ടി ഇടിച്ചൊന്നും മരിക്കരുത്, എനിക്ക് എപ്പം മരിച്ചാലും ആത്മീയമായി ഒരുങ്ങി മരിക്കണം. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് മാത്രമേ ഡോക്ടറെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിൻ്റെ രോഗമാണ്. ഇനി എൻ്റെ ടെസ്റ്റുകളൊക്കെ മുന്നോട്ട് നടക്കി പോകുമ്പോൾ ഏത് സ്റ്റേജിലെത്തിയെന്ന് എനിക്കറിയാം, എത്രമാത്രം വേഗത്തിൽ ഞാൻ ഒരുങ്ങണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരു ഫീലിങ്ങും ഇല്ല. കാരണം എൻ്റെ കർത്താവ് എനിക്ക് നിശ്ചയിച്ചത് ഈ രോഗമാണെങ്കിൽ ഞാനത് സ്വീകരിക്കും എന്ന് പറഞ്ഞു. അപ്പം പുള്ളി അടുത്ത ബാക്കി ടെസ്റ്റിനുള്ള ഡേറ്റൊക്കെ കുറിച്ച് തന്നു. ഡേറ്റൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഞാൻ ഡിവൈനിൽ ധ്യാനത്തിന് പോയി. ആ ധ്യാനത്തിന് അവിടെ വെച്ച് എനിക്ക് ഏതെങ്കിലും ഒരു ഭയവാസസ്ഥ ഉണ്ടായിട്ടല്ല ഞാൻ പോയത്. എനിക്ക് രോഗമാണ്, അപ്പം എനിക്കൊന്ന് ഒരുങ്ങണം. ആ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ആണ് ഞാൻ ഡിവൈനിലേക്ക് ധ്യാനത്തിന് പോയത്. പക്ഷേ ധ്യാനത്തിൻ്റെ 3-ാം ദിവസം കർത്താവ് എന്നെ സ്പർശിച്ചു. എനിക്ക് പ്രത്യക്ഷമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ എല്ലാം, ക്ഷീണവും ബുദ്ധിമുട്ടും, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടും, കൂടാനുള്ള പനിയും മറ്റെല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി. എനിക്ക് തന്നെ തോന്നി എൻ്റെ രോഗത്തിൽ എനിക്ക് ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട് എന്നൊരു ശാരീരികമായി എനിക്കൊരു അനുഭവം തോന്നി.
ഞാനത് അവിടെ വെച്ച് പനക്കലച്ചോട് പറഞ്ഞു. അതിനുശേഷം തിരിച്ച് വീട്ടിലെത്തി ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഒരു മരുന്നും കഴിക്കാതെ തന്നെ രോഗാവസ്ഥയിൽ ഒത്തിരി കുറവുള്ളതായിട്ട് ടെസ്റ്റ് റിസൾട്ട് വന്നു. പടിപടിയായിട്ട് രോഗം കുറഞ്ഞു. കാര്യമായ ട്രീറ്റ്മെൻറ്റുകളൊന്നും കൂടാതെ എന്നോട് പറഞ്ഞത് 25 റേഡിയേഷൻ നടത്തണം. റേഡിയേഷൻ 25 നടത്തിയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് ട്രീറ്റ്മെൻറ്റ് ചിന്തിക്കാം, കാരണം അത്രയും നിങ്ങൾക്ക് ഇത് സ്പ്രെഡായിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ സ്പർശിച്ചു. എൻ്റെ വേല കർത്താവിന് പ്രീതികരമായതുകൊണ്ടോ അതെയോ കൂടുതൽ അധ്വാനിക്കാൻ ഇനി അവസരം നൽകാൻ കർത്താവ് തീരുമാനിച്ചതുകൊണ്ടോ എനിക്ക് സൗഖ്യം നൽകി. ആ സൗഖ്യത്തിനുള്ള നന്ദി പ്രകാശനമായിട്ട് കൂടിയാണ് എൻ്റെ ഈ മിഷൻ യാത്രകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ബ്രദറിൻ്റെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. പ്രത്യേകിച്ചും അൽമായർക്ക് മുന്നോട്ട് വരുന്നതിനും സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനും വേണ്ടി അൽമായർ മുന്നോട്ട് വരുവാൻ ഇതൊരു കാരണമാകട്ടെ. തീർച്ചയായും ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ കൊടുക്കുന്നതിനും എല്ലാവരും ഈശോയെ അറിഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന സമയം വരട്ടെ. അതിനായി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.